അതെ, നിങ്ങൾ എത്ര ബുദ്ധിപരമായിട്ട് വാക്കുകൾ ഉപയോഗിച്ചാലും കേൾക്കുന്നവർ അവരുടെ കഴിവിനും ചിന്തയ്ക്കും അനുസരിച്ച് അതിനെ വ്യാഖ്യാനിക്കും, അല്ലേ? ശരി. അപ്പൊ ഏവർക്കും വൃന്ദാവനത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ സ്നേഹ ശ്രീസ്. ഇന്ന് നമുക്ക് പൂയ നക്ഷത്രത്തിന്റെ ഈ 2024 വ്യാഴമാറ്റത്തിന്റെ ഫലം എന്താണെന്ന് ഒന്ന് നോക്കിയാലോ? സ്ഥാനചലനത്തിനൊക്കെയുള്ള സാധ്യതയുണ്ട്. മനോബലമൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ നഷ്ടമാവും കേട്ടോ. തൊഴിൽ സംബന്ധമായിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതിനെയൊക്കെ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം. മാനസികമായിട്ട് എപ്പോഴും മനസ്സിന് ഇങ്ങനെ എന്തോ ഒരു വിഷമം അലട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. എന്ത് ചെയ്താലും ഒരു പൂർണ്ണതയില്ലാത്ത പോലെ നമ്മുടെ മനസ്സിൽ ഫീൽ ചെയ്യും. എന്നാൽ ശത്രുക്കൾക്കൊക്കെ പരാജയങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും നമ്മുടെ മനസ്സിന് ഒരു സ്വസ്ഥതയില്ലാത്ത അവസ്ഥ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സ്ഥാനചലനം ഒക്കെ ഉണ്ടാവാം. നമുക്ക് ഗുണമായിട്ട് പറയാനുള്ളത് സാമ്പത്തിക മേന്മ, അതുപോലെ തന്നെ ഭൂമി ലാഭം, വസ്ത്രലാഭം, മിത്രങ്ങളുമൊക്കെ ആയിട്ടുള്ള സഹവാസം, ഇഷ്ടപ്പെട്ടവരോടൊത്തുള്ള സഹവാസം, ഇതൊക്കെ ഉണ്ടാവാനുള്ള യോഗമുണ്ട്. ഉയർച്ചയ്ക്ക് ഓരോ പ്രതിബന്ധങ്ങൾ, തടസ്സങ്ങളൊക്കെ ഉണ്ടാവാം. മനസ്സിൽ ഒരിക്കലും നിരൂപിക്കാത്ത രീതിയിലുള്ള പെട്ടെന്നുള്ള ആഹ്ലാദങ്ങളും മനസ്സിനെ തകർക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളൊക്കെ നമുക്കുണ്ടാവാം. മാനസികമായിട്ട് എപ്പോഴും വളരെ ഗ്ലൂമി ആയിട്ട് കാണപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പ്രസന്നത കൈവിടാതെ എപ്പോഴും മനസ്സിൽ നല്ല സന്തോഷമായിട്ട് നമ്മൾ ഇരിക്കാൻ ശ്രമിക്കുക. നമ്മുടെ മൈൻഡിൽ എപ്പോഴും പോസിറ്റീവ് ചിന്തകൾ നിറയ്ക്കുക. അതുപോലെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുമായിട്ട് നമ്മൾ സഹവാസം നടത്തുക. അധികം നെഗറ്റീവ്സിലേക്കൊന്നും നമ്മൾ പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം കൂടുതലും നെഗറ്റീവാണ് നമ്മൾ കേൾക്കുന്നതെങ്കിൽ നമ്മൾ പെട്ടെന്ന് അതിന് അഡിക്റ്റ് ആയി പോകാനുള്ള സാധ്യത ഈ വർഷം നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പൊതുവിൽ പറയുമ്പോൾ നല്ല സമയമാണ്, കുഴപ്പമൊന്നുമില്ല, വളരെ വളരെ പുരോഗതിയിലേക്ക് എത്തും, സാമ്പത്തിക മേന്മയുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതൊക്കെ വ്യാഴത്തിന്റെ മാറ്റമാണ്. ഈ മാറ്റം നമുക്ക് കിട്ടണ്ടേ? അതിനുവേണ്ടി നമ്മളും കൂടി ഒന്ന് മാറണം. ആത്മവിശ്വാസം, സത്യസന്ധത, അതുപോലെ തന്നെ ധൈര്യം, മനോബലം, ഇവയൊക്കെ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. സമാധാനപരമായ ചുറ്റുപാടുകള്, അനുകൂലമായ ഗ്രഹാന്തരീക്ഷമൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കണം. അതല്ല എങ്കിൽ പെട്ടെന്ന് നമ്മൾ പ്രകോപിതനാവാനും അല്ലെങ്കിൽ മാനസികമായിട്ട് തന്നെ നമ്മൾ തകർന്നു പോകാനൊക്കെ ഉള്ളതായ സാധ്യതകൾ കാണും. പരദൂഷണം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് നമ്മളെ കുറിച്ചുള്ള കുറ്റങ്ങളൊക്കെ കേട്ടിട്ട് നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മളെ മറ്റുള്ളവർ ദുഷിക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം നമ്മുടെ ദോഷങ്ങൾ നമ്മൾ അറിയാതെ നമ്മുടെ ഈ ജന്മം കൊണ്ടും കഴിഞ്ഞ ജന്മം കൊണ്ടും ഒക്കെ ഒരുപാട് ദോഷങ്ങൾ നമ്മൾ ഈ വന്ന് ഭവിച്ചിട്ടുണ്ടാവും, ഇല്ലേ? അതല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ ദോഷങ്ങൾ ഏറ്റെടുത്തതാവാം, അല്ലെങ്കിൽ നമ്മളിലേക്ക് നാം അറിയാതെ വന്നെത്തിയ മുജ്ജന്മ ദോഷങ്ങളോ പാരമ്പര്യ ദോഷങ്ങളോ ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ എങ്ങനെ മാറ്റാൻ പറ്റും? ഇതൊക്കെ മറ്റുള്ളവര് നമ്മളെക്കുറിച്ച് കുറച്ച് പരദൂഷണവും അപവാദവും ഒക്കെ പറയുമ്പോൾ നമ്മൾ പോലും അറിയാതെ അവരതിന്റെ പങ്ക് പറ്റിക്കോളും. അതറിയോ? കാരണം നമ്മളെക്കുറിച്ച് ഒരാൾ എപ്പോഴും ചിന്തിക്കുന്നു, അത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും. അപ്പോൾ നന്മ പറയുമ്പോൾ ദൈവം അവർക്ക് അതിന്റെ ഒരു അനുഗ്രഹം കൊടുക്കുമെങ്കിൽ തെറ്റായ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ കർമ്മം അല്ലെങ്കിൽ നമ്മുടേതായ പ്രവൃത്തിയുടെ ഫലം അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കേണ്ടതായ ദുരിതങ്ങളും കൂടി എന്നാ എന്തായാലും നിങ്ങൾ ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കില്ല, എന്നാ കുറച്ച് പിടിച്ചോ എന്നുള്ള രീതിയിൽ അവർക്ക് കൊടുക്കും. അപ്പൊ അതുകൊണ്ട് പരദൂഷണമൊക്കെ കേട്ടാലും നമ്മൾ അതിന് ചെവി കൊടുക്കാൻ പോകണ്ട, അതേക്കുറിച്ച് ഒന്നും പറയണ്ട. കാരണം മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എപ്പോഴും കുറ്റം പറയണം, അതാണ് വേണ്ടത്. അപ്പൊ നമുക്ക് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. അതേസമയം മറ്റൊരാൾ നമ്മളെക്കുറിച്ച് കുറ്റം പറയാനില്ലെങ്കിൽ നമ്മളാകെ ഗ്ലൂമിയാവും. ഇനി നിങ്ങൾ അങ്ങനെ ചിന്തിച്ചോളൂ. നിങ്ങൾക്ക് എപ്പോഴും സന്തോഷമാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ചിന്തിച്ചോ, നിങ്ങളെക്കുറിച്ച് ആൾക്കാർ എപ്പോഴും കുറ്റം പറയണ്ടാവും, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പരദൂഷണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇനി അത് പറയണില്ലെങ്കിലോ എപ്പോഴും നിങ്ങളുടെ മനസ്സിന് എന്തെങ്കിലുമൊക്കെ ആദ്യം വേവലാദ്യം വിഷമമൊക്കെ കയറി വരും. അപ്പോൾ മറ്റുള്ളവർക്ക് കുറ്റം പറയാനുള്ള അവസരങ്ങളൊക്കെ അങ്ങ് വിട്ടുകൊടുത്തരും. അത് കേട്ട് നമ്മൾ ടെൻഷൻ ആവണ്ട. അത് കേൾക്കുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഹാപ്പി ആയിട്ട് പറ്റുമെങ്കിൽ പോയി 2 ഐസ്ക്രീം ഒക്കെ തിന്ന് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുക ലൈഫ്. അപ്പം അതാണ് നല്ലത്. കാരണം നമ്മുടെ ആ വിഷമങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിമുട്ടുകൾ മറ്റൊരാൾ ഏൽക്കാൻ തയ്യാറായിട്ട് വരുമ്പോൾ അയ്യോ തരില്ല എന്നൊന്നും പറഞ്ഞിരിക്കേണ്ടതായ ഒരു കാര്യം ഇല്ലല്ലോ. അപ്പൊ അങ്ങോട്ട് കൊടുത്തുകൊള്ളുക. അപ്പൊ അവരത് അനുഭവിക്കുക, കൊണ്ടു നടക്കുക, എന്താന്ന് വെച്ചാൽ ആവട്ടെ എന്ന് വിചാരിക്കുക കേട്ടോ.
അപ്പോൾ കുറച്ചൊക്കെ മനക്ലേശങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ ജോലിക്കൊക്കെ ഒരു മാറ്റങ്ങളൊക്കെ ഉണ്ടാവാം. കുടുംബത്ത് കലഹങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാൻ സൂക്ഷിക്കണം കേട്ടോ. കാരണം നമ്മൾ തമാശകളൊക്കെ പറഞ്ഞെങ്കിൽ പോലും നമുക്ക് പൊതുവില് മാനസികമായിട്ട് കുറച്ച് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കി തരും. എന്നിരിക്കലും നല്ല ഫലങ്ങളായിരിക്കും കേട്ടോ കൂടുതല്. അപ്പോ വിഷമിക്കണ്ട. ഇത്രയും സമയം എന്നോടൊത്ത് വൃന്ദാവനത്തിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം.